Hello my dear students, welcome to eMeryt Academy. This is Afzal Halif. Today we are going to discuss design of machine elements 2 for KTU mechanical engineering students. നമുക്കറിയാം S8ൻ്റെ എക്സാം KTU S8 എക്സാം ജൂലൈ 1 സ്റ്റാർട്ട് ചെയ്യും. ഈ DME2 എക്സാം ജൂലൈ 8 ഒരുപാട് കുട്ടികൾ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ DME2ൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്, അതായത് ക്ലാസ് റൂം കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇന്നത്തെ ഈ COVID-19 സിറ്റുവേഷൻസിൽ നമുക്ക് ഒരിക്കലും ഇപ്പോൾ വിത്തിൻ 2 or 3 വീക്സിനിടയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ക്ലാസ് റൂം കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്കായിട്ട് ഞാനൊരു DME2ൻ്റെ ഒരു ക്രാഷ് കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മാത്രം, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് മാത്രം ഡിസ്കസ് ചെയ്യുന്നു. ഇറ്റ് ഇസ് എൻ എക്സാം ഓറിയൻറ്റഡ് കോഴ്സ്. എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് മാത്രം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുക. സോ DME2ലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായ ഗിയേഴ്സ് നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഗിയേഴ്സ് നിങ്ങളുടെ മോഡ്യൂൾ 3ലാണ് ഗിയേഴ്സ് കൊടുത്തിരിക്കുന്നത്. സോ വി ക്യാൻ സ്റ്റാർട്ട് ഫ്രം ഗിയേഴ്സ്. ഗിയേഴ്സിനെ പറ്റി പഠിക്കുന്നതിന് മുന്നേ ആദ്യം മനസ്സിലാക്കുന്നത് ഗിയേഴ്സ് എന്ത് ടൈപ്പ് ഓഫ് ഗിയർ ഡ്രൈവിലാണ് ഗിയേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, എവിടെയാണ് നമ്മൾ ഗിയർ ഡ്രൈവ് യൂസ് ചെയ്യുന്നത്. ഈ രണ്ട് പോയിൻറ്റ്സും ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഗിയറിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഇൻഡെപ്ത് അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഫോഴ്സ് അനാലിസിസും ഡിസൈൻ ഓഫ് ഗിയേഴ്സിലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഏത് ടൈപ്പ് ഓഫ് ഡ്രൈവ്സിലാണ് ഗിയർ ഡ്രൈവ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, എവിടെയാണ് ഗിയർ ഡ്രൈവ് യൂസ് ചെയ്യാൻ പോകുന്നത്, ഈ രണ്ട് പോയിൻറ്റ്സാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, രണ്ട് ഡിസ്ക് കൺസിഡർ ചെയ്യുക. ഒരു ലാർജർ ഡിസ്കും ഒരു സ്മോളർ ഡിസ്കും. ദിസ് ഈസ് ഡിസ്ക് നമ്പർ 1, ദിസ് ഈസ് ഡിസ്ക് നമ്പർ 2. ഡിസ്ക് 1ൻ്റെ റേഡിയസ് R1 ആണ്, ഡിസ്ക് 2ൻ്റെ റേഡിയസ് R2 ആണ്. ഈ രണ്ട് ഡിസ്കിൻ്റെയും പോയിൻ്റ് ഓഫ് കോൺടാക്റ്റ് ഇതാണ്. അവന് ഞാനൊരു പേര് വിളിച്ചു, ലെറ്റ് Q ഇസ് ദ പോയിൻ്റ് ഓഫ് കോൺടാക്റ്റ് ഓഫ് ദീസ് ടു ഡിസ്ക്. രണ്ടുപേരും ആ പോയിൻ്റ് ഓഫ് കോൺടാക്റ്റ് ക്യൂവിൽ എന്തിരിക്കുകയാണ്, ടച്ച് ചെയ്ത് നിൽക്കുകയാണ്. ലെറ്റ് നമ്മുടെ ഡിസ്ക് 1 ω1 സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുകയെന്ന് വിചാരിക്കുക. ഡിസ്ക് 2 എന്ത് ചെയ്യുകയാണ്, ω2 സ്പീഡിൽ ഡിസ്ക് 2 റൊട്ടേറ്റ് ചെയ്യുകയാണ്. നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് റോട്ടറി മോഷൻസ് നമുക്ക് അനലൈസ് ചെയ്യാനുണ്ട്. ഓക്കെ, ഇഫ് ദിസ് പോയിൻറ്റ് Q, ഈ പോയിൻ്റ് Q രണ്ട് പേർക്കും ഉള്ളതാണ്, കാരണം ഇത് രണ്ടുപേരുടെയും പോയിൻ്റ് ഓഫ് കോൺടാക്റ്റ് അല്ലേ. സോ ഈ പോയിൻ്റ് Q ബോഡി നമ്പർ 1ലും ബോഡി നമ്പർ 2ലും ഉള്ളതാണ്. അസ്യൂം, ഇനിഷ്യലി നിങ്ങൾ അസ്യൂം ചെയ്യുക ഈ പോയിൻ്റ് Q എവിടെയായിട്ട് അസ്യൂം ചെയ്യുക, ബോഡി നമ്പർ 1ലായിട്ട് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പോയിൻ്റ് Q ഇസ് റൊട്ടേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു സെൻറ്റർ O1 വിത്ത് റേഡിയസ് R1. ഒന്നുകൂടെ പറയാം, പോയിൻ്റ് Q ബോഡി നമ്പർ 1ലായിട്ട് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പോയിൻ്റ് Q ഇസ് റൊട്ടേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു സെൻറ്റർ O1 വിത്ത് റേഡിയസ് R1 വിത്ത് എ വെലോസിറ്റി ω1. അങ്ങനെയാണെങ്കിൽ ആ പോയിൻ്റ് Qൻ്റെ വെലോസിറ്റി V1 എന്തായിരിക്കും, നമുക്ക് എല്ലാവർക്കും പറയാം, ഫോർ എ റൊട്ടേറ്റിംഗ് ബോഡി ടാൻജൻഷ്യൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്, R1. ഡിസ്ക് 1ൻ്റെ റേഡിയസ് R1 ആണ്, ഇൻറ്റു അവൻ്റെ ആംഗുലർ വെലോസിറ്റി ω1 ആണ്. ഇതേപോലെ സെക്കൻഡ് കേസ് എന്ത് ചെയ്യുക, ഈ പോയിൻ്റ് Q ബോഡി 2ലായിട്ട് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പോയിൻ്റ് Q ഇസ് റൊട്ടേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു സെൻറ്റർ O2 ആൻഡ് വിത്ത് റേഡിയസ് R2. അപ്പോൾ അവൻ്റെ വെലോസിറ്റി V2 എന്തായിരിക്കും, Rω ആണ്, ഇവിടുത്തെ റേഡിയസ് R2 ആണ്, ഇൻറ്റു ω2. ഇതാണ് ഇവൻ്റെ വെലോസിറ്റി. ഈ ഡയറക്ഷനിലെ ടാൻജൻഷ്യൽ വെലോസിറ്റിയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ പറഞ്ഞത് ദിസ് ഇസ് അവർ ടാൻജൻഷ്യൽ വെലോസിറ്റി V ഇസ് ഈക്വൽ ടു Rω എന്ന് ജനറലി നമ്മൾ വിളിക്കുന്നത്. ഇഫ് ദീസ് ടു ഡിസ്ക് ആർ ഇൻ പെർഫെക്റ്റ് കോൺടാക്ട്, രണ്ടുപേരും പെർഫെക്റ്റ് അലൈൻമെൻറ്റിലാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുന്നറിയുമ്പോൾ രണ്ടുപേരും പെർഫെക്റ്റ് കോൺടാക്റ്റിന് ഒരേപോലെ റൊട്ടേറ്റ് ചെയ്യും. വിച്ച് മീൻസ് രണ്ടുപേരുടെയും ടാൻജൻഷ്യൽ വെലോസിറ്റി എന്തായിരിക്കും, ഈ പറയുന്ന വെലോസിറ്റി V1ഉം V2ഉം ഈക്വൽ ആയിരിക്കും. അവിടെ എന്തില്ല, സ്ലിപ്പിംഗ് ഇല്ല. സോ കണ്ടീഷൻ ഫോർ നോ സ്ലിപ്പിംഗ് എന്താണ്, condition for no slipping, what is that, V1 is equal to V2. V1 equal to V2 എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് എഴുതാം, R1 ω1 is equal to R2 ω2, or we can write ω1 by ω2 is equal to R2 by R1 equal to എന്തെന്ന് പറയാം, it is a constant. വിളിച്ചുകൂടെ, കാരണം R1 R2 ഫിക്സ്ഡ് ആണ്. സോ R2 by R1 കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ω1 by ω2 എന്തായിരിക്കും, constant. So condition for no slip is ω1 by ω2 equal to എന്തായിരിക്കണം, ω1 by ω2 equal to constant. This is the condition for no slip. Okay, second case of rotation. രണ്ടാമത്തെ കേസിൽ എന്ത് ചെയ്യുക, ഇവർ രണ്ടുപേരും പെർഫെക്റ്റ് കോൺടാക്റ്റ് അല്ല. എൻ്റെ ഈ രണ്ട് കൈകൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുക, ഡിസ്ക് 1 ഡിസ്ക് 2 കൺസിഡർ ചെയ്യുക. ഇവർ പെർഫെക്റ്റ് കോൺടാക്റ്റ് അല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു ഡിസ്ക് മറ്റൊരു ഡിസ്കിന് വല്ല ഇങ്ങനെ സ്ലിപ്പ് ചെയ്ത് പോകും, ഒരു സ്ലിപ്പിംഗ് ടെൻഡൻസി വരും. അപ്പോൾ രണ്ടുപേരുടെ വെലോസിറ്റി V1ഉം V2ഉം എന്തല്ല, നോട്ട് ഈക്വൽ അല്ല. അങ്ങനെ നോട്ട് ഈക്വൽ ആയാൽ ദിസ് റേഷ്യോ ഓഫ് ω1 by ω2 ഈസ് നോട്ട് ഈക്വൽ ടു എന്തായിപ്പോൾ
കോൺസ്റ്റൻ്റ് ആയി പോകും. ദിസ് ഇസ് ദ കണ്ടീഷൻ ഫോർ സ്ലിപ്പിംഗ്. ഈ ഒമേഗ 1 ബൈ ഒമേഗ 2 എന്നാണ് കണ്ടീഷൻ ഫോർ നോ സ്ലിപ്പിംഗ് ആണ്. ഒമേഗ 1 ഒമേഗ 2 ഈക്വൽ ടു കോൺസ്റ്റൻ്റ് എന്ന കണ്ടീഷൻ ഫോർ സ്ലിപ്പിംഗ് ആണ്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ആദ്യത്തെ കേസ് എടുക്കാം. കേസ് 1. ഇപ്പോൾ 2 ടൈപ്പ് ഓഫ് റൊട്ടേഷൻ നമ്മൾ പഠിച്ചു. കണ്ടീഷൻ ഫോർ സ്ലിപ്പിംഗ്, കണ്ടീഷൻ ഫോർ നോ സ്ലിപ്പ്. അതിൽ ആദ്യത്തെ കേസ് എന്തെടുത്തു? ഒമേഗ 1 ബൈ ഒമേഗ 2 ഈസ് നോട്ട് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്, വിച്ച് മീൻസ് സ്ലിപ്പിംഗ് കണ്ടീഷൻ. ഇതാരാണ്? സ്ലിപ്പിംഗ് കണ്ടീഷൻ. ശരിയല്ലേ? സ്ലിപ്പിംഗ് കണ്ടീഷൻ. സ്ലിപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഇനിയാണ് നമ്മളെ കോൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഡിസ്ക് 1 ഡിസ്ക് 2ൻ്റെ പേരിൽ സ്ലിപ്പ് ചെയ്യുമ്പോൾ അവിടെ എന്ത് പറ്റുകയാണ്? അവിടെ ഫ്രിക്ഷൻ ഉണ്ടാവുകയാണ്. ഫ്രിക്ഷൻ ഉണ്ടായാൽ പവർ ലോസ് വരും. ശരിയല്ലേ? ഈ പവർ ലോസ് ഉണ്ടെങ്കിൽ ആ പവർ ലോസ് ഉള്ള ഡ്രൈവ്സിനെ വിളിക്കുന്ന പേരാണ് നെഗറ്റീവ് ഡ്രൈവ്സ്. സോ ഒമേഗ 1 ബൈ ഒമേഗ 2 ഈസ് നോട്ട് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അവന് എന്ത് വരും? ഫ്രിക്ഷൻ വരും. ഫ്രിക്ഷൻ കാരണം നമുക്ക് എന്തുണ്ടാകും? പവർ ലോസ് വരും. പവർ ലോസ് ഉള്ള ദിസ് ടൈപ്പ് ഓഫ് ഡ്രൈവ്സ് ആർ നോൺ ആസ് നെഗറ്റീവ് ഡ്രൈവ്സ്. ശ്രദ്ധിക്കണം. ദിസ് ഈസ് നോൺ ആസ് നെഗറ്റീവ് ഡ്രൈവ്സ്. ഈ നെഗറ്റീവ് ഡ്രൈവ്സിന് എക്സാമ്പിൾ ആരൊക്കെയാണ് നമ്മൾ ടോമിൽ പഠിച്ചിട്ടുള്ള എക്സാമ്പിൾസ് ആരൊക്കെയാണ്? ഒന്ന് ബെൽറ്റ് ഡ്രൈവാണ്. ഒന്ന് ബെൽറ്റ് ഡ്രൈവ്. സെക്കൻഡ് വൺ ഈസ് ചെയിൻ ഡ്രൈവ് ആൻഡ് തേർഡ് വൺ ഈസ് റോപ്പ് ഡ്രൈവ്. ഇവരെല്ലാവരും എവിടെ വരുന്നതാണ്? നെഗറ്റീവ് ഡ്രൈവ്സ് വരുന്നതാണ്. അല്ലെങ്കിൽ ഇന്ന് ഇൻഡസ്ട്രിയിലെ 90% യൂസുമാരാണ് ഇവരെല്ലാവരും. 90% in use, 90% used. Okay, this is known as case 1 omega 1 equal to omega 2. But case 2 under in some systems, that is only 10% used in industry, high level of accuracy is demanded for the velocity ratio to be constant. ചില സിസ്റ്റത്തിന് ഹൈ ലെവൽ ഓഫ് ആക്യുറസി വേണം. അവിടെ ഒരു കാരണവശാലും പവർ ലോസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പവർ ലോസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന അർത്ഥം എന്താണ്? ഒമേഗ 1 ബൈ ഒമേഗ 2 ഷുഡ് ബി കോൺസ്റ്റൻ്റ് ആയേ പറ്റൂ. അങ്ങനെ ചില കേസുകളുണ്ട്. ബട്ട് ആ കേസുകൾ ഇൻഡസ്ട്രിയിൽ 10% യൂസ് ചെയ്യുള്ളൂ. അത് എന്തുകൊണ്ട് 10% ഒക്കെ ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സോ വി ആർ ഗോയിങ് ടു ടേക്ക് അവർ കേസ് 2. എന്താ കേസ് 2? ഒമേഗ 1 ബൈ ഒമേഗ 2 ഈക്വൽ ടു എന്താണ്? കോൺസ്റ്റൻറ്റ്, വിച്ച് മീൻസ് ഇറ്റ് ഈസ് എ കേസ് ഓഫ് പ്യുവർ റൊട്ടേഷൻ. സ്ലിപ്പിംഗ് ഇല്ല. നോ സ്ലിപ്പിംഗ്. നോ സ്ലിപ്പിംഗ്. നോ സ്ലിപ്പിംഗ് മീൻസ് എന്താണ്? നോ സ്ലിപ്പിംഗ് ഓർ പ്യുവർ റൊട്ടേഷൻ. അവിടെ പ്യുവർലി റൊട്ടേഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. ഇങ്ങനെയാണെങ്കിൽ അവൻ സ്ലിപ്പ് ചെയ്യുന്നില്ല. ഒരു ഡിസ്ക് മറ്റൊരു ഡിസ്കിന് മേലെ എന്ത് ചെയ്യത്തില്ല? സ്ലിപ്പ് ചെയ്യത്തില്ല. സ്ലിപ്പ് ചെയ്യുന്നില്ലെങ്കിൽ അവിടെ എന്തില്ല? ഫ്രിക്ഷൻ ഇല്ല. ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ അവിടെ എന്തില്ല? പവർ ലോസ് ഇല്ല. സോ നോ പവർ ലോസ്. ആൻഡ് സച്ച് ടൈപ്പ് ഓഫ് ഡ്രൈവ്സ് ആർ നോൺ ആസ് പോസിറ്റീവ് ഡ്രൈവ്സ്. പോസിറ്റീവ് ഡ്രൈവ്സ്. ഈ പോസിറ്റീവ് ഡ്രൈവിനെ വിളിക്കുന്ന പേരാണ് നമ്മുടെ ഗിയർ ഡ്രൈവ്. ഗിയർ ഡ്രൈവ്സ്. സോ നമ്മുടെ ഗിയർ ഡ്രൈവിൻ്റെ ജനനം ഇവിടെ നടന്നിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാക്കണം എന്താണ് ഗിയർ ഡ്രൈവ്, എവിടെയാണ് ഗിയർ ഡ്രൈവ് യൂസ് ചെയ്യുന്നത്, എവിടെയാണ് ഒമേഗ 1 ബൈ ഒമേഗ 2 ഇസ് എ കോൺസ്റ്റൻറ്റ് ഹൈ ലെവൽ ആക്യുറസി നമുക്ക് ഡിമാൻഡ് ചെയ്യുന്ന പൊസിഷൻ സിസ്റ്റം എവിടെയാണോ അവിടെ നമ്മൾ ആര് യൂസ് ചെയ്തിരിക്കും? ഗിയർ ഡ്രൈവ് യൂസ് ചെയ്തിരിക്കും. അല്ലെങ്കിൽ അവിടെ സ്ലിപ്പിംഗ് ഇല്ലാത്ത സ്ഥലം, സ്ലിപ്പിംഗ് 1% സ്ലിപ്പിംഗ് പോലും നമ്മൾ എന്ത് ചെയ്യത്തില്ല? നമ്മളവിടെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാരണം അവിടെ പവർ ലോസ് വരും, ഹ്യൂജ് ലോസസ് നമുക്ക് സംഭവിക്കും. അങ്ങനെ പറ്റാത്ത ഹൈലി ആക്യുറേറ്റ് ആയ സിസ്റ്റംസിൽ നമ്മൾ ആര് യൂസ് ചെയ്യും? ഗിയർ ഡ്രൈവ്സ്. ഇനി നിങ്ങൾ ഗിയർ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇതിൻ്റെ ഈ ഫിംഗേഴ്സൊക്കെ ഗിയർ ടൂത്തിൽ അസ്യൂം ചെയ്യുക. 2 ഗിയർ ടൂത്തുകൾ തമ്മിൽ ഇങ്ങനെ ഇടകോർത്ത് വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്താൽ അവിടെ സ്ലിപ്പിംഗ് നടക്കുമോ? ഇല്ല, സ്ലിപ്പിംഗ് നടക്കത്തില്ല. ബട്ട് ദിസ് ടൈപ്പ് ഓഫ് ഗിയർ ഡ്രൈവ്സ് ആർ ഓൺലി 10% ഇൻ യൂസ്. വെറും 10% മാത്രമേ ഈ ഗിയർ ഡ്രൈവ് ഇന്ന് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നുള്ളൂ. അതിന് കാരണം എന്താണെന്നറിയാമോ? അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നമുക്ക് എവിടെയൊക്കെ ഈ ചെയിൻ ഡ്രൈവും ഈ പറഞ്ഞ ചെയിൻ ഡ്രൈവും ബെൽറ്റ് ഡ്രൈവും ഗിയർ ഡ്രൈവും രണ്ടുപേരും നമ്മൾ യൂസ് ചെയ്യുന്നതിനാണ് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട്. പക്ഷേ നമ്മുടെ സിസ്റ്റത്തിൽ നമ്മളൊരു സിസ്റ്റം ഡിസൈൻ ചെയ്യുമ്പോൾ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യത്തില്ല? ആദ്യമേ ഗിയർ ഡ്രൈവിൽ പോകത്തില്ല. കാരണം അത് ഹൈലി എക്സ്പെൻസീവാണ്. ഗിയർ ഡ്രൈവ് ഇസ് ഹൈലി എക്സ്പെൻസീവ്. ആ ഹൈലി എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ് അത് എന്ത് ചെയ്യുന്നത്? 10% മാത്രം യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ആദ്യം ഇവിടെ ചെക്ക് ചെയ്യും, റോപ്പിലും ബെൽറ്റിലും ചെയിനിലും ചെക്ക് ചെയ്യും. ഇവിടെ നടക്കുന്നില്ല എങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? നമ്മുടെ ഗിയർ ഡ്രൈവിലോട്ട് പോകത്തുള്ളൂ. സോ നമ്മുടെ ആവശ്യം ഈ ബെൽറ്റ് കൊണ്ടോ അല്ലെങ്കിൽ ഈ നെഗറ്റീവ് ഡ്രൈവ്സ് കൊണ്ട് നടന്നില്ലെങ്കിൽ നമ്മൾ എങ്ങോട്ട് പോകും? ഗിയർ ഡ്രൈവിലോട്ട് പോകും. ഓക്കെ, ഇനി
എന്തുകൊണ്ട് 10% ഇതും ഇത് 90% നോക്കാം. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു മാർക്കറ്റിൽ പോയിട്ട് ഗിയർ ടൂത്ത് കട്ട് ചെയ്യാനുള്ള ഒരു ഗിയറിൻ്റെ ബ്ലാങ്ക് മേടിച്ചു. ആ ഗിയർ ബ്ലാങ്കിൽ നിങ്ങൾക്കൊരു 10 രൂപയാകുമെന്ന് വിചാരിക്കുക. ഇനി നിങ്ങൾ എന്ത് ചെയ്യും, ആ ഗിയർ ബ്ലാങ്കിൻ്റെ സർഫസിൽ എന്ത് കട്ട് ചെയ്യണം, ടൂത്ത് കട്ട് ചെയ്യണം ഇല്ലേ? അതാണ് മാനുഫാക്ചറിങ് കോസ്റ്റ്. സോ നമുക്ക് 2 കോസ്റ്റ് അവിടെ വരുന്നുണ്ട്. ഒന്ന് മാനുഫാക്ചറിങ് കോസ്റ്റാണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ എന്ത് കോസ്റ്റാണ്? മെറ്റീരിയൽ കോസ്റ്റ്. സോ മെറ്റീരിയൽ കോസ്റ്റ് ഞാൻ ഫോർ എക്സാമ്പിൾ ആ മെറ്റീരിയലിൻ്റെ ആ ഗിയർ ബ്ലാങ്ക് 10 രൂപയേ ഉള്ളൂ. ബട്ട് അതേ ബ്ലാങ്കിൽ നമ്മൾ ഗിയർ ടൂത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1000 രൂപയാവും. വിച്ച് മീൻസ് ഗിയർ മെറ്റീരിയലിന് 10 രൂപ, ഗിയർ ടൂത്തിൻ്റെ manufacturing cost 1000 rupees, which means manufacturing cost by material cost is greater than 100 times. ഈ ഒരൊറ്റ റീസൺ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻഡസ്ട്രിയിൽ 10% അതിൻ്റെ ലിമിറ്റേഷൻ ചുരുക്കുക. ബട്ട് ചില കേസുകൾ ഞാൻ പറഞ്ഞല്ലോ ഹൈ ലെവൽ ഓഫ് ആക്യുറസി ഡിമാൻഡ് ചെയ്യും. ω1 ω2 കോൺസ്റ്റൻ്റ് ആയി പറ്റും. അവിടെ നമുക്ക് ഗിയർ ഡ്രൈവ് അല്ലാതെ വേറെ യാതൊരു ഓപ്ഷനും ഇല്ല. സോ ദിസ് ഇസ് ദ ചീപ്പർ ഓപ്ഷൻ, ദിസ് ഇസ് ദ എക്സ്പെൻസീവ് ഓപ്ഷൻ. ഇനി ഇത് എന്തുകൊണ്ട് ഈ മാനുഫാക്ചറിങ് കോസ്റ്റ് കൂടുന്നു എന്നുള്ള കാര്യം നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ലോ ഓഫ് ഗിയറിംഗ് ഡിസ്കസ് ചെയ്യുമ്പോൾ പഠിക്കും. ഓക്കെ, സോ ദിസ് ഇസ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് അവർ ഗിയേഴ്സ്. ഓക്കെ, എൻ്റെ ഈ ക്ലാസ് നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരിലേക്കും നിങ്ങൾ ഈ ക്ലാസ് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.